അടുത്തത് പ്രിൻസിപ്പൽ ആക്സിസിന് പാരലലായിട്ട് ലൈറ്റ് റേ ഒരു കോൺകേവ് ലെൻസിൽ കൂടെ കടന്നു പോകുമ്പോൾ ഉണ്ടാകുന്ന റൂൾ എന്താണ്? ഓക്കെ, ആഫ്റ്റർ റിഫ്രാക്ഷൻ ആ ലൈറ്റ് റേ എങ്ങനെയാണ് കടന്നു പോകേണ്ടത് എന്നുള്ള കാര്യമാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഒരു കോൺകേവ് ലെൻസ് വരയ്ക്കണം. കോൺകേവ് ലെൻസ് പറയുമ്പോൾ കേവ് അല്ലേ, ഗുഹ. അപ്പോൾ നിങ്ങളുടെ ലെൻസിൻ്റെ മിഡിൽ ഭാഗം എങ്ങനെ ആയിരിക്കണം? ഒരു ഉള്ളിലേക്ക് കുഴിഞ്ഞിരിക്കണം. ഓക്കെ, ഗുഹ പോലെ ഉള്ളിലേക്ക് കുഴിഞ്ഞതായിരിക്കണം. അതാണ് നിങ്ങളുടെ കോൺകേവ് ലെൻസ്. ഓക്കെ, ഇനി എന്ത് അടയാളപ്പെടുത്തണം? അതിൻ്റെ ഒപ്റ്റിക്കൽ സെൻറ്റർ അടയാളപ്പെടുത്തുക. ഇനി ഒപ്റ്റിക്കൽ സെൻറ്ററിൽ കൂടെ കടന്നു പോകുന്ന പ്രിൻസിപ്പൽ ആക്സിസ് അടയാളപ്പെടുത്തുക. ഇനി ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒപ്റ്റിക്കൽ സെൻറ്ററിൽ നിന്ന് നിങ്ങൾ ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കുക. നമ്മുടെ ലെൻസിൻ്റെ മിഡിൽ പോർഷൻ പോലെ കാണിക്കാം. ഓക്കെ, ഇറ്റ്സ് ആക്ച്വലി യൂസ്ഡ് ഫോർ ടു ഗെറ്റ് ദി റിഫ്രാക്റ്റർ റേ. നല്ല ഭംഗിയിൽ റിഫ്രാക്ഷൻ വരയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ലൈൻസ് യൂസ് ചെയ്യുന്നത് കേട്ടോ. ഇനി നമ്മുടെ കണ്ടീഷൻ നോക്കാം. ഇവിടെ ഇവിടെ പാരലൽ റേ ആണ് വരുന്നത് അല്ലേ? പ്രിൻസിപ്പൽ ആക്സിസിന് പാരലൽ ആയിട്ടുള്ള ലൈറ്റ് റേ വന്നു. അതൊരു കോൺകേവ് ലെൻസിലാണ് പതിക്കുന്നത്. കോൺകേവ് ലെൻസിൽ ഒരു ലൈറ്റ് റേ വന്ന് പതിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? ആ ലൈറ്റ് റേ ഡൈവേർജ് ചെയ്യുകയാണ് ചെയ്യുക അല്ലേ? ദാറ്റ് ലൈറ്റ് റേ വിൽ ഡൈവേർജ്. ഓക്കെ, അപ്പോൾ ഇവിടെയുള്ള ഡൈവേർജ് അല്ലെങ്കിൽ ഇവിടെയുള്ള ലൈറ്റ് റേ എങ്ങനെ ഡൈവേർജ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് ഈ ലെൻസിൻ്റെ രണ്ട് സൈഡിലും ഫോക്കസ് ഉള്ള കാര്യം അറിയാലോ, F1 ആൻഡ് F2. അപ്പോൾ ഇവിടെ ഡൈവേർജ് ചെയ്യുന്ന ലൈറ്റ് റേ എങ്ങനെ ഡൈവേർജ് ചെയ്യുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ലെൻസിൻ്റെ ഈ ഒരു ഫോക്കസിൽ നിന്നാണ് ഇത് ഡൈവേർജ് ചെയ്ത് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഈ ലൈറ്റ് റേ ആഫ്റ്റർ റിഫ്രാക്ഷൻ ഇറ്റ് വിൽ ഡൈവേർജ് ഫ്രം ദി focus of the concave lens like this. Okay, so this ray will diverge from the principal focus which is located on the same side of the lens. ഈ ലൈറ്റ് റേ എവിടെയെന്നാണോ വരുന്നത് അതേ സൈഡിലുള്ള പ്രിൻസിപ്പൽ ഫോക്കസിൽ നിന്നാണ് നമ്മുടെ ലൈറ്റ് റേ എന്ത് ചെയ്യുന്നത്? ഡൈവേർജ് ചെയ്ത് പോകുന്നത്. ക്ലിയർ ആയല്ലോ? നമ്മുടെ സെക്കൻഡ് റൂളാണ് വാട്ട് ഹാപ്പൻസ് വെൻ ലൈറ്റ് പാസസ് ത്രൂ ദി ഫോക്കസ്, പ്രിൻസിപ്പൽ ഫോക്കസിലൂടെ നമ്മുടെ ലൈറ്റ് റേ കടന്നു പോയിട്ടുണ്ടെങ്കിൽ ലെൻസുകളിൽ എന്താണ് സംഭവിക്കുക? അപ്പോൾ നമ്മളിവിടെ ആദ്യം എടുക്കുന്നത് കോൺവെക്സ് ലെൻസാണ്. കോൺവെക്സ് ലെൻസ് വരയ്ക്കാൻ നിങ്ങൾക്ക് എളുപ്പമാണ് അല്ലേ? ഇതാണ് നമ്മുടെ കോൺവെക്സ് ലെൻസ്. ഈ ലെൻസ് വരച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഒപ്റ്റിക്കൽ സെൻറ്റർ അടയാളപ്പെടുത്തുക. അത് ഏതാണ്ട് മിഡിൽ പോയിൻ്റ് ഓഫ് ദി ലെൻസാണ്. പിന്നെ ഒപ്റ്റിക്കൽ സെൻറ്ററിൽ കൂടെ ലൈറ്റ് റേ കടന്നു പോകുന്നത് പ്രിൻസിപ്പൽ ആക്സിസ് വരയ്ക്കാം. ഓക്കെ, ഒപ്റ്റിക്കൽ സെൻറ്ററിൽ കൂടെയാണ് നമ്മുടെ ഇമാജിനറി പ്രിൻസിപ്പൽ ആക്സിസ് വന്നിട്ടുള്ളത്. ഇനി എന്താണ്? നമ്മുടെ ലെൻസിൻ്റെ രണ്ട് ഭാഗത്തും എന്തുണ്ട്? ഫോക്കസ് ഉണ്ട്. കാരണം ലെൻസ് വളരെ സുതാര്യമായിട്ടുള്ള വസ്തുവാണ്. അതിന് രണ്ട് സൈഡിൽ കൂടെ എന്ത് ചെയ്യാൻ പറ്റും? ലൈറ്റിനെ കടത്തി വിടാൻ പറ്റും. റിഫ്രാക്ഷൻ ഈസ് പോസിബിൾ. അതുകൊണ്ടാണ് കേട്ടോ. ഇനി നമ്മുടെ കണ്ടീഷൻ നോക്കാം. വാട്ട് ഹാപ്പൻസ് വെൻ ലൈറ്റ് പാസസ് ത്രൂ ദി പ്രിൻസിപ്പൽ ഫോക്കസ് ഓഫ് ദിസ് ലെൻസ്. ഈ ലെൻസിൻ്റെ പ്രിൻസിപ്പൽ ഫോക്കസിലൂടെ നമ്മുടെ ലൈറ്റ് റേ കടന്നു പോയിട്ടുണ്ടെങ്കിൽ എന്താണ് സംഭവിക്കുക? അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഒരു ലൈറ്റ് റേൻ്റെ അടുത്ത് ഈ എഫിൻ്റെ ഉള്ളിൽ കൂടെ പോയി നോക്കാൻ പറയാം. നോക്കുക, ദിസ് ലൈറ്റ് റേ പാസസ്. ഓക്കെ, ഞാൻ ഒന്നങ്ങ് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് വരച്ചത്. നിങ്ങൾക്ക് കാര്യം പിടികിട്ടിയിട്ടുണ്ടാവും. അപ്പം നിങ്ങളിത് വരയ്ക്കുന്ന സമയത്ത് അപ്പർ പോർഷനും ലോവർ പോർഷനും ഈക്വൽ ആക്കിയിട്ട് വരയ്ക്കുക. ലെൻസ് ഈക്വലായിട്ട് വരയ്ക്കുക. അതേപോലെ ഫോക്കൽ ലെങ്ത്ത് 1 സെൻറ്റിമീറ്റർ വെച്ചിട്ട് അടയാളപ്പെടുത്തിയിട്ട് വരയ്ക്കുക കേട്ടോ. ഇവിടെ എത്ര സെൻറ്റിമീറ്റർ എടുത്തിട്ടുണ്ടോ അത്രയും സെൻറ്റിമീറ്റർ തന്നെ ഈ ഒരു ഭാഗത്തേക്കും എടുക്കാം. അപ്പോൾ കൃത്യമായ മെഷർമെൻറ്റ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ ബെറ്ററായിട്ട് വരയ്ക്കാൻ പറ്റും. ഇതേപോലെ അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തേണ്ടി വരില്ല. എന്തായാലും എൻ്റെ ഇൻസിഡൻറ്റ് റേ ഇതേ പോകുന്നു. അത് വന്ന് ലൈറ്റിൽ ഇൻസിഡൻറ്റ് ചെയ്തു. ഓക്കെ, സോ ദിസ് ഈസ് ദി ഇൻസിഡൻറ്റ് റേ.
അപ്പോൾ ഈ ഇൻസിഡൻറ്റ് റേ ഇത് സ്ട്രെയിറ്റ് ലൈനാണ് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ ഇവിടെ എനിക്കൊരു ചെറിയൊരു അഡ്ജസ്റ്റ്മെൻറ്റ് വരുത്തേണ്ട കാരണം കൊണ്ട് മാത്രമാണ് ഇതിൻ്റെ ഷേപ്പ് ഒന്ന് മാറിയത്. നിങ്ങളങ്ങനെ വരയ്ക്കരുത്, സ്ട്രെയിറ്റ് ലൈനായിട്ട് തന്നെ വരയ്ക്കണം. അപ്പോൾ ഈ സ്ട്രെയിറ്റ് ലൈനായിട്ടുള്ള ഈ ലൈറ്റ് റേ വന്നിട്ട് ലെൻസിൽ വന്ന് പതിച്ചു. ഇനി എന്ത് ചെയ്യുന്നു? റിഫ്രാക്ഷൻ. അപ്പോൾ റിഫ്രാക്ഷൻ എളുപ്പത്തിൽ വരയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത് ഒരു പെർപെൻഡിക്കുലർ നിങ്ങൾ വരയ്ക്കുക. അപ്പോൾ ഈ പെർപെൻഡിക്കുലറിൻ്റെ അവിടെ നിങ്ങളുടെ ഈ ലൈറ്റ് റേ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? റിഫ്രാക്ഷൻ നെക്സ്റ്റ് സൈഡിൽ ഈസി ആയിട്ട് കാണിക്കാൻ പറ്റും. ലൈക്ക് ദിസ്. ഓക്കെ, സോ വാട്ട് ഹാപ്പൻസ് when a light ray it passes through the principal focus of a convex lens. After refraction എന്ത് സംഭവിച്ചു? ആ ലൈറ്റ് റേ പ്രിൻസിപ്പൽ ആക്സിസിന് പാരലൽ ആയിട്ടാണ് സഞ്ചരിച്ചത് അല്ലേ? അപ്പോൾ ഫോക്കസിൽ കൂടെ, പ്രിൻസിപ്പൽ ഫോക്കസിൽ കൂടെ ഒരു ഇൻസിഡൻറ്റ് റേ വന്നിട്ടുണ്ടെങ്കിൽ ലെൻസിൽ, പ്രത്യേകിച്ച് കോൺവെക്സ് ലെൻസിൽ ആഫ്റ്റർ റിഫ്രാക്ഷന് ശേഷം ആ ലൈറ്റ് റേ പ്രിൻസിപ്പൽ ആക്സിസിന് പാരലലായിട്ട് സഞ്ചരിക്കും. ഇതാണ് സെക്കൻഡ് റൂൾ. ഓക്കെ, അപ്പം നിങ്ങളിവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ വരുന്ന ലൈറ്റ് റേ സ്ട്രെയിറ്റ് ലൈനായിട്ട് തന്നെ വരയ്ക്കണം. ലെൻസിൻ്റെ അപ്പർ ആൻഡ് ലോവർ പോർഷൻ ഷുഡ് ബി ഇൻ ഈക്വൽ മാഗ്നിറ്റ്യൂഡ്. അതായത് ഈക്വൽ ആയിട്ട് തന്നെ വരയ്ക്കുക. അപ്പോൾ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല കേട്ടോ. ഈക്വലായിട്ട് വരയ്ക്കാം. അതിൽ ഫോക്കസ് നിങ്ങൾ പെൻസിലായിട്ട് 1 സെൻറ്റിമീറ്റർ വീതം എടുത്തിട്ട് വരയ്ക്കുക. ദെൻ ദാറ്റ് ഡയഗ്രം വിൽ ബി വെരി ബെറ്റർ. ഓക്കെ, സോ അവർ കണ്ടീഷൻ ഈസ് നൗ ഓവർ. ആഫ്റ്റർ റിഫ്രാക്ഷൻ ദ ലൈറ്റ് റേ പാസസ് പാരലൽ ടു ദി പ്രിൻസിപ്പൽ ആക്സിസ്. നമ്മുടെ രണ്ടാമത്തെ റൂളായിട്ടുള്ള വാട്ട് ഹാപ്പൻസ് വെൻ ലൈറ്റ് റേ പാസസ് ത്രൂ ദി പ്രിൻസിപ്പൽ ഫോക്കസ് ഓഫ് എ കോൺകേവ് ലെൻസ്. ഓക്കെ, ഒരു കോൺകേവ് ലെൻസിൻ്റെ പ്രിൻസിപ്പൽ ഫോക്കസിന് കേന്ദ്രീകരിച്ച് ഒരു ലൈറ്റ് റേ വന്നിട്ടുണ്ടെങ്കിൽ ആഫ്റ്റർ റിഫ്രാക്ഷൻ അതിന് എന്ത് സംഭവിക്കും? എന്ത് സംഭവിക്കുമെന്ന് ഇപ്പോൾ കാണാം കേട്ടോ. നിങ്ങൾ ആദ്യം എന്ത് ചെയ്യണം? കോൺകേവ് ലെൻസ് വരയ്ക്കാം. കോൺകേവ് ലെൻസ് വരയ്ക്കുക എന്ന് പറഞ്ഞിട്ട് അറിയാലോ, കോൺകേവ് ആണ്, ഉള്ളിലേക്കുള്ള ഭാഗം കുഴിഞ്ഞിട്ടിരിക്കണം. അതേപോലെ എഡ്ജസുകൾ ബ്രോഡൻ ആയിരിക്കണം. സോ ദിസ് വൺ ഈസ് സ്റ്റാൻഡ് ഫോർ ദി കോൺകേവ് ലെൻസ്. ഇനി ഈ ലെൻസിൻ്റെ മിഡിൽ ഭാഗത്ത് നിങ്ങൾ ഒപ്റ്റിക്കൽ സെൻറ്ററായിട്ട് അടയാളപ്പെടുത്തുക. പിന്നെ ഇവിടുന്ന് ഒരു സ്ട്രെയിറ്റ് ലൈൻ that should be passes through the optical center and this line is called as the principal focus. ഇനി എന്ത് ചെയ്യണം? ഫോക്കസുകൾ അടയാളപ്പെടുത്തുക. ഇവിടെ ഒരു ഫോക്കസ് ഉണ്ടായിരിക്കും, ഇവിടെ ഒരു ഫോക്കസ് ഉണ്ടായിരിക്കും. ഇനി നമ്മുടെ ക്വസ്റ്റ്യൻ അല്ല കണ്ടീഷൻ എന്താണ്? പ്രിൻസിപ്പൽ ഫോക്കസിന് കേന്ദ്രീകരിച്ചിട്ടാണ് ഒരു ലൈറ്റ് റേ വരുന്നത്. ഓക്കെ, അത് ഈ കോൺകേവ് ലെൻസിൽ ആഫ്റ്റർ റിഫ്രാക്ഷൻ അതിനെന്ത് സംഭവിക്കും എന്നുള്ള കാര്യമാണ്. So our light ray should be like this. It should be a straight line. All light ray should be a straight line, and it passes through the lens, and it is appears to meet the principal focus of the concave lens. Okay. അപ്പോൾ ഇങ്ങനെ പ്രിൻസിപ്പൽ ഫോക്കസിനെ കേന്ദ്രീകരിച്ചിട്ടാണ് നമ്മുടെ ഇൻസിഡൻറ്റ് റേ വന്നത്. ഈ ഇൻസിഡൻറ്റ് റേ എന്ത് സംഭവിക്കുന്നു വെച്ചാൽ ഈ മിററിൻ്റെ ഉള്ളിൽ കൂടെ കടന്നു പോകുമ്പോൾ അതിന് റിഫ്രാക്ഷൻ സംഭവിച്ച് പ്രിൻസിപ്പൽ ആക്സിസിന് പാരലലായിട്ട് ഈ ലൈറ്റ് റേ പോകും. ഓക്കെ, ആഫ്റ്റർ റിഫ്രാക്ഷൻ ദി ലൈറ്റ് റേ പാസസ് പാരലൽ ടു ദി പ്രിൻസിപ്പൽ ആക്സിസ്. So that is the second condition stand for when light passes through the principal focus of a concave lens. ഇപ്പോൾ റിഫ്രാക്ഷൻ എളുപ്പമാക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളടുത്ത് ഇങ്ങനെ ഈ ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കാമെന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്താ സംഭവിക്കണമെന്ന് വെച്ചാൽ ഇത് പ്രിൻസിപ്പൽ ആക്സിസ്, ഇത് നമ്മുടെ ലെൻസിൻ്റെ മിഡിൽ പോയിൻ്റ്. അപ്പോൾ ഇവിടേക്ക് ഒരു ലൈറ്റ് റേ വന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു ലൈനിൻ്റെ ശേഷമുള്ള ഭാഗമാണ് റിഫ്രാക്ഷൻ. അപ്പോൾ നിങ്ങൾക്ക് ആ റിഫ്രാക്ഷൻ കാണിക്കാൻ പറ്റും. ഓക്കെ, റിഫ്രാക്ഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ അതൊരു നല്ല വൃത്തിയിൽ കാണിക്കാൻ പറ്റും.
അപ്പോൾ അങ്ങനെ വൃത്തിയിൽ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ഒരു പെർപെൻഡിക്കുലർ നിങ്ങളടുത്ത് വരച്ചോളാൻ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, സോ നൗ ഇറ്റ് ഈസ് ഈസി ഫോർ യു, ട്രൈ യുവർ സെൽഫ്. അപ്പോൾ കുട്ടികളെ, നമ്മളുടെ മൂന്നാമത്തെ റൂളിലേക്കാണ് നമ്മൾ കടന്നിരിക്കുന്നത്. ഈ റൂൾ എന്താ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, വാട്ട് ഹാപ്പൻസ് വെൻ ലൈറ്റ് റേ പാസസ് ത്രൂ ദ ഓപ്റ്റിക്കൽ സെൻറ്റർ. സ്പെറിക്കൽ ലെൻസുകളുടെ ഒപ്റ്റിക്കൽ സെൻറ്ററിൽ കൂടെ ഒരു ലൈറ്റ് റേ കടന്നു പോയിട്ടുണ്ടെങ്കിൽ എന്താണ് സംഭവിക്കുക? ഒന്നും സംഭവിക്കില്ല. ഈ ലൈറ്റ് റേ വന്ന പോലെ തന്നെ അത് തിരിച്ചു പോകും. ഓക്കെ, വിത്തൗട്ട് എനി ഡീവിയേഷൻ ദി ലൈറ്റ് റേ വിൽ പാസസ് ത്രൂ ദ ലെൻസ്. അതാണ് ഈ ഒരു റൂളിൻ്റെ ഏറ്റവും എന്താ പറയുക, സിമ്പിളായിട്ടുള്ള ട്രൂത്ത്. വളരെ എളുപ്പമാണ് ഇപ്പോൾ ഇത് വരയ്ക്കാൻ. നമുക്കിവിടെ വരച്ചു നോക്കാം. ഇവിടെ നമ്മൾ ആദ്യം ധരിക്കണം, ഒരു കോൺവെക്സ് ലെൻസാണ് വരയ്ക്കുന്നത്. അതിൻ്റെ ഒപ്റ്റിക്കൽ സെൻറ്റർ നമ്മൾ അടയാളപ്പെടുത്തി. അതിലൂടെ കടന്നു പോകുന്ന ആക്സിസ്, പ്രിൻസിപ്പൽ ആക്സിസ് നമ്മൾ അടയാളപ്പെടുത്തി. ഇനി എന്താണ്, ഇതിൽ കൂടെ ഒരു ലൈറ്റ് റേ വരണം അല്ലേ? ലെൻസിൽ നിന്ന് ഒരു ലൈറ്റ് റേ വന്നിട്ട് ഒപ്റ്റിക്കൽ സെൻറ്ററിൽ വന്ന് പതിക്കുകയാണ്. ഇവിടെ കണ്ടോളൂ, ഈ ഒപ്റ്റിക്കൽ സെൻറ്ററിൽ നിന്ന് വന്ന് പതിക്കുകയാണ്. ഈ പതിച്ചിട്ടുള്ള ലൈറ്റ് റേ ഒപ്റ്റിക്കൽ സെൻറ്ററിൽ കൂടെ തന്നെ ഇങ്ങനെ എമേർജ് ചെയ്ത് പോകും. ദർ ഈസ് നോ ഡീവിയേഷൻ ഫോർ ദി പാത്ത് ഓഫ് ദി ലൈറ്റ് റേ. അതാണ് കോൺവെക്സ് ലെൻസുകളുടെ പ്രത്യേകത. കോൺവെക്സ് ലെൻസിൻ്റെ ഒപ്റ്റിക്കൽ സെൻറ്ററിൽ കൂടെ ലൈറ്റ് റേ കടന്നു പോയിട്ടുണ്ടാകുന്ന പ്രത്യേകത. ഇനി നമുക്ക് ഇതന്നെ കോൺകേവ് ലെൻസിൽ എങ്ങനെയാണ് വരുന്നത് നോക്കാം. കോൺകേവ് ലെൻസ് അറിയാലോ, ഉള്ളിലേക്ക് കുഴിഞ്ഞിരിക്കുന്ന ലെൻസുകളാണ് കോൺകേവ് ലെൻസ്. ഉൾഭാഗം കുഴിഞ്ഞിട്ട് വരയ്ക്കണം. എഡ്ജസുകൾ നിങ്ങൾ വീതി കൂട്ടിയിട്ട് വരയ്ക്കാം. എന്നിട്ട് എന്ത് ചെയ്യണം, ഇതിൻ്റെ ഒപ്റ്റിക്കൽ സെൻറ്റർ അടയാളപ്പെടുത്തുക. അതിലൂടെ കടന്നു പോകുന്ന പ്രിൻസിപ്പൽ ആക്സിസ് അടയാളപ്പെടുത്തുക. ഇനി ഈ കോൺകേവ് ലെൻസിലും ഇതേപോലെ തന്നെ ലൈറ്റ് റേ വന്ന് പതിച്ചിട്ടുണ്ടെങ്കിൽ, അത് ഒപ്റ്റിക്കൽ സെൻറ്ററിൽ കൂടെയാണ് കടന്നു പോകുന്നുണ്ടെങ്കിൽ അതെന്ത് ചെയ്യുന്നു, ലെൻസിൽ കൂടെ തന്നെ അത് അതേപോലെ തന്നെ അത് അപ്പുറ സ്ഥലത്ത് കൂടെ പോകുന്നു. ഓക്കെ, ദർ ഈസ് നോ ഡീവിയേഷൻ ഫോർ ദി ലൈറ്റ് റേ. ഇവിടെ ലൈറ്റ് റേൻ്റെ ഒരു വ്യത്യാസവുമില്ല അല്ലേ? ആ സ്ട്രെയിറ്റ് ലൈൻ തന്നെ അതേപോലെ തന്നെ അത് എന്ത് ചെയ്യുന്നു, കണ്ടിന്യൂ ചെയ്യണം. സോ ദാറ്റ് ഈസ് ദി third rule which stand for the spherical lenses. ഒപ്റ്റിക്കൽ സെൻറ്ററിൽ കൂടെ ഒരു ലൈറ്റ് റേ കടന്നു പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പാത്തിന് ഒരു മാറ്റവും സംഭവിക്കില്ല. ദർ ഈസ് നോ ഡീവിയേഷൻ ഫോർ ദ ലൈറ്റ് റേ ഇൻ ദ കേസ് ഓഫ് spherical lenses. Thank you.